ഈ സിനിമയിൽ ആസിഫ് അലിയുടെ ഒരു ഡയലോഗ് ഉണ്ട്. സർപ്രൈസിംഗ്ലി ആരെ വിശ്വസിക്കണം എന്ന് അറിയില്ല. എൻ്റെ മോനെ, അതാണ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. ആരെ വിശ്വസിക്കണം എന്ന് എനിക്കും അറിയില്ല. ഒമ്മാതിരി ഒരു ലെവൽ പടമാണ് ഞാൻ ഇന്ന് തിയേറ്ററിൽ കണ്ടത്. ഫുൾ ഓഫ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു 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 ഗംഭീര പടം. ജീത്തു ജോസഫിന്റെ അടുത്ത ഒരു 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 ഗംഭീര ഹിറ്റ് ആകാൻ പോണ ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ആസിഫ് അലിക്ക, നിങ്ങളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ വാസ് സോ ഗുഡ് നൗ ഡേയ്സ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പെർഫോമൻസും അതെ, ഇതിൽ അഭിനയിച്ച എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ഇക്ക കിടിലനായിരുന്നു. അതുപോലെ തന്നെ അപർണ ബാലമുരളിയും ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ പടത്തിനെ കുറിച്ച് എന്താ പറയാ, ഈ പടം തുടക്കം മുതൽ ഭയങ്കരമായ ഒരു മിസ്റ്ററി ലെവൽ രീതിയിലാണ് കൊണ്ടുപോയത്. അതിന് നല്ലപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും അതിന് ഹെൽപ്പ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ പോണ പടത്തിൽ തുടങ്ങുമ്പോൾ മുതൽ അങ്ങോട്ട് ട്വിസ്റ്റ് ഉണ്ടാകണോ. നമ്മൾ ഒരു ഇത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്റ്റോറി ഇങ്ങോട്ടായിരിക്കും കൊണ്ടുപോകണമെന്ന്. പക്ഷേ അങ്ങനെയല്ല, അടുത്ത ഒരു സീനിലായിരിക്കും ഇത് ഇങ്ങനെയല്ല, വേറെ രീതിക്കാണ് പോണേ എന്ന് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ത്രൂ ഔട്ട് ദ മൂവി. അമ്മാതിരി ട്വിസ്റ്റും ടേൺസും ആണ് ഈ പടത്തിൽ. നല്ല വെൽ മേക്ഡ് ആൻഡ് റിട്ടേൺ, അങ്ങനത്തെ ലെവലൊരു പടമാണ്. അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് വാസ് സോ ഗുഡ്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ ഒരു സിനിമയെ കുറിച്ച് ഇതിലും കൂടുതൽ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സംഭവമാണ്. കാരണം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായ സ്പോയിലറും കാര്യങ്ങളുമായി പോകും. അപ്പോൾ ഗൈസ്, മോളിവുഡ് അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമ വേറെ ലെവൽ തരത്തിലേക്കുള്ള സിനിമകളൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര സന്തോഷം ഗൈസ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യുക. അത് അത്രമാത്രം എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു.